നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആടുജീവിതമൊക്കെ വരുമ്പം ഇത്തരം ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ പുതിയ ജനറേഷൻ കാണുമോ. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തെളിയിച്ചൊരു സിനിമയാണ് ആടുജീവിതം. ഒരുപാട് സന്തോഷമുണ്ട്. തോമസും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ, തോമസ് എൻ്റെ ഒരു ശിഷ്യനല്ല. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അതിനിപ്പോൾ ഒരു വർഷത്തിൻ്റെ പഴക്കമുണ്ട്. സല്ലാബ് എന്ന സിനിമയിലാണ് ഞാൻ അസോസിയേറ്റും എൻ്റെ തൊട്ട് പിന്നെ തോമസും ഒക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഞാൻ കാഴ്ചയിലേക്ക് എത്തിയപ്പോൾ തന്മാത്രയിലൂടെ പളുങ്ക് ഈ സിനിമകളിലൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പം തോമസിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും, ഈവന്തോ ആടുജീവിതത്തിൽ പോലും ഞങ്ങൾ ഒരു 2 മാസം കോവിഡിൻ്റെ ഒരു ക്വാറൻറ്റൈനിൽ കിടന്നപ്പോഴും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ ഓർക്കുകയാണ്. തോമസിൻ്റെ ഒരു നല്ലൊരു പ്രോജക്റ്റ്. കാരണം തോമസ് ചെയ്യുന്ന എല്ലാ സിനിമയുടെയും കഥകളെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാനും ഈ പേര് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ മലയാളം നമ്മൾ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അക്ഷരം എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത് പലരും മറന്നുപോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എവിടെ പോയാലും ആ എന്നുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതാരുടെയും കുഴപ്പമല്ല. കാരണം നമ്മൾ ചില കാര്യങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഒരു അമ്മ എന്നുള്ള ഇതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. എനിക്ക് ഈ സിനിമയിൽ ഗോപി ഞാനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം കൽക്കട്ട ന്യൂസിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു മുഖ്യ ധാരയിൽ ചേർന്ന് നിന്നതാണ് ഗോപി. അപ്പം ഗോപിയുടെ മനോഹരമായ പാട്ടുകൾ ഇന്നിവിടെ അനാവരണം ചെയ്യുന്നു എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് എനിക്കൊരു വേറൊരു ടീമിലല്ലാതെ എൻ്റെ ഒരു ടീമിൽ തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആടുജീവിതമൊക്കെ വരുമ്പം ഇത്തരം ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ പുതിയ ജനറേഷൻ കാണുമോ. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തെളിയിച്ചൊരു സിനിമയാണ് ആടുജീവിതം. എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യം കൂടെയാണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധങ്ങളെയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നുള്ളത് ശക്തമായി നമ്മൾ തെളിയിക്കുന്നതാണ്, അല്ലേ? നമ്മളുടെ സിനിമ കാണുമ്പോൾ ചിരിക്കുന്നു, കരയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സിനിമയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അങ്ങനെ ചേർന്ന് ഒരിക്കലും തിയേറ്ററിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആയിരിക്കരുത്. അതുകൊണ്ട് അതിന് എല്ലാവിധമായ ആശംസകളുമാണ്. പ്രത്യേകിച്ച് തോമസിൻ്റെയും ടീമിൻ്റെയും ഗോപിയുടെയും ഒക്കെ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.